എല്ലാവർക്കും സുസ്വാഗതം. ഒരിടത്തൊരിടത്തൊരിടത്ത് എന്ന കഥാപരമ്പരയ്ക്ക് തുടക്കമാവുകയാണ്. ചരിത്രങ്ങളും ചരിതങ്ങളും കുറിച്ചിട്ട വഴികളിൽ നിന്ന് വായിച്ചെടുത്ത കുറച്ച് കഥകൾ നിങ്ങളോട് പറയുകയാണ്. ആദ്യമായി നിങ്ങളോട് പറയുന്ന കഥ ഒരു ചരിത്ര കഥയാണ്. കഥയുടെ പേര് കൂത്താണ്ടവരുടെ മണവാട്ടികൾ എന്നാണ്. കൃഷ്ണകുമാർ ടി.കെ. കൈപ്പട്ടൂർ എഴുതിയ ഒരു ചരിത്ര കഥയാണ് ഇത്. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ വിസ്മരിക്കപ്പെട്ടുപോയ അജയ്യനായ വീരനായ ഇരാവന്റെ കഥയാണ് നിങ്ങളോട് പറയുന്നത്. കൂത്താണ്ടവരുടെ മണവാട്ടികൾ. ഈ കഥ തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ വില്ലുപുരത്തെ കൂവാങ്കം ഗ്രാമത്തിലാണ്. കൂവാങ്കം ഗ്രാമം കരിമീൻ കൃഷിയാൽ സമൃദ്ധമായ ദൃശ്യഭംഗി കൊണ്ട് സുന്ദരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ കോവിലാണ് കൂത്താണ്ടവരുടെ ക്ഷേത്രം. അന്ന് മേടമാസത്തിലെ ചൈത്ര പൗർണമിയായിരുന്നു കൂവാങ്കം ക്ഷേത്രത്തിലെ ഗ്രാമീണരുടെ ഉത്സവം. മേടമാസത്തിലെ ചൈത്ര പൗർണമിക്ക് വഴിയൊരുക്കി അങ്ങ് കിഴക്ക് ശങ്കരാഭരണിയിലെ തെളിനീരിന്റെ നേർത്ത തണുപ്പ് വരണ്ടുണങ്ങിയ കരിമ്പിൻ പാടങ്ങൾ താണ്ടി കൂത്താണ്ടുപുരം ക്ഷേത്രമുറ്റത്തെത്തി. മഹാമൗനത്തിലാണ്ട ഇരാവിനെ ഉണർത്തുമ്പോൾ പൂത്തുനിന്ന കരിമ്പിൻ ചെടികളെ അറുത്തുമാറ്റി കൂത്താണ്ടവരുടെ മഹാകല്യാണത്തിന് അവസാന ഒരുക്കങ്ങളിലായിരുന്നു ആ ഗ്രാമവും ഗ്രാമവാസികളും. ആ ഗ്രാമത്തിലെ വരണ്ടുണങ്ങിയ കരിമ്പിൻ പാടത്തിനപ്പുറം ചൈത്ര പൗർണമിയുടെ പകൽ പിറവികൊള്ളും മുമ്പേ പാടവരമ്പുകളിൽ നിഴൽ വീഴ്ത്തിയ തെങ്ങും തലപ്പുകളിൽ നിന്ന് ചിറകുകുടഞ്ഞുണർന്ന പക്ഷികൾ കൂവാങ്കത്തെ കരിമ്പിൻ വയലുകളെ ചുറ്റിയും ഒച്ചവെച്ചും ഇരാവന്റെ വധുക്കളായ മോഹിനിമാരുടെ വരവറിയിച്ച് ക്ഷേത്രത്തിലെ ആൽമരക്കൊമ്പുകളിലേക്ക് പറന്നിറങ്ങി. ക്ഷേത്രത്തിനകത്ത് ഈറനുടുത്ത പൂജാരിമാർ നെയ്വിളക്കുകൾക്കുള്ളിൽ തിളങ്ങുന്ന മഹാകരുത്തിന്റെ പര്യായമായ അവതാരമായ ഇരാവന്റെ കഴുത്തിലെ കല്ലുമാലകൾ മാറ്റി പൂമാലകൾ ചാർത്തി. പാടങ്ങൾക്കരികിലെ കുടിലുകളിലും കൂടാരങ്ങളിലും നിലക്കണ്ണാടികൾക്കു മുന്നിലെ വർണ്ണത്തളികളിലും ചായക്കൂട്ടുകൾ ഒരുങ്ങി. ലോകത്തിന്റെ വിവിധ ജീവിതചര്യകളിൽ നിന്ന് അപമാനിക്കപ്പെട്ട് അകറ്റി നിർത്തപ്പെട്ട നാരീജന്മങ്ങൾക്കായി കൂവാങ്ക ഗ്രാമം സുഗന്ധ ചന്ദന ഗന്ധങ്ങളുമായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. കരിമ്പിൻ വയലുകൾക്കുള്ളിലെ മൺമഴികളിലൂടെ മറ്റുള്ളവർക്കൊപ്പം അജിതയും നടന്നു. തെല്ലകലെ തെങ്ങിൻ തലപ്പുകൾക്ക് താഴെ കൂത്താണ്ട് ക്ഷേത്രമുറ്റം വരെ വഴിയും പാടവരമ്പുകളും വീടുകളും തൊടികളും കൊടിതോരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. നിറയെ വർണ്ണങ്ങൾ നിറഞ്ഞ വഴി, വർണ്ണങ്ങൾ നിറഞ്ഞ കുടിലുകൾ, വർണ്ണങ്ങളിൽ വിടർന്ന മനുഷ്യർ, തിളങ്ങുന്ന പുടവകളെടുത്ത് കൈകളിൽ മെഹന്തി വരച്ച് നെറ്റിയിൽ കുങ്കുമം പൂശി തലയിൽ മല്ലിപ്പൂക്കൾ ചാർത്തി ചിരിച്ചും ചിലച്ചും ഗ്രാമവഴി നിറഞ്ഞ് ഇരാവന്റെ വധുക്കൾ മോഹിനിമാർ കൂത്താണ്ടവർ കോവിലേക്ക് സന്തോഷത്തോടെ നടന്നു. അജിതയ്ക്ക് അത്ഭുതം തോന്നി. ഇവിടെ തങ്ങളെ ആരും തുറിച്ചു നോക്കുന്നില്ല, ആരും കളിയാക്കി ചിരിക്കുന്നില്ല, ആരും അസഭ്യങ്ങൾ പറയുന്നില്ല, അറുവാണിച്ചി എന്ന ആർത്ത് ആട്ടി അകറ്റുന്നില്ല. അജിത ഓർത്തു.
അറുവാണിച്ചി എന്ന പേര് ആദ്യം തനിക്ക് ചാർത്തി തന്നത് ആരാണ്? രണ്ടും കെട്ടവൾ എന്ന വിളിപ്പേര് തന്നിലേക്ക് വീണതെന്നാണ്? ഇത്തിരി ഇറക്കമുള്ള ട്രൗസറിൽ ഓടി നടന്ന പൊടിമീശക്കാരൻ അജിത് ആൺകുട്ടികളുടെ അടുത്ത് ലജ്ജാലുവായി തുടങ്ങിയപ്പോൾ നിറങ്ങളോടും നീണ്ട ധാവണികളോടും കല്ലുമാലകളോടും കൺമഷിയോടും കൈവളക്കിലുക്കങ്ങളോടും ഇഷ്ടം തോന്നിത്തുടങ്ങിയപ്പോൾ മനസ്സ് വല്ലാതായി. ഉടലിലുണ്ടായ മാറ്റത്തിന്റെ അസഹ്യതയിൽ പൊട്ടിക്കരഞ്ഞ് വീടിന്റെ ഇരുളിൽ ഒളിക്കാൻ ശ്രമിച്ചു. പുറം ലോകത്തെ കണ്ണുകളിൽ നിന്ന് ഉള്ളിലൊതുങ്ങിയപ്പോൾ ഉള്ളിലും ഉടലിലും വളർന്നിറങ്ങിയ പെണ്ണഴകിൽ അജിത്ത് ഇല്ലാതായി. ധാവണി ചുറ്റി കണ്ണെഴുതി കുങ്കുമക്കുറിയിട്ട് ചുണ്ടിൽ ചുവന്ന ചായം തേച്ച് അജിത്തിൽ നിന്ന് അജിതയിലേക്കുള്ള മാറ്റം. വീടും നാടും ബന്ധവും രക്തവും അംഗീകരിച്ചില്ല. രണ്ടും കെട്ടവൾ അറുവാണിച്ചി കുലം മുടിയാൻ പിറന്നവൻ ശാപവചനങ്ങളുടെ അസഹ്യതയിൽ അപമാനിക്കപ്പെട്ട് അജിത വീട് വിട്ടിറങ്ങി. എങ്ങും എവിടെയും അവഗണിക്കപ്പെട്ടു. ജീവൻ സൗന്ദര്യങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. ആൾക്കൂട്ടങ്ങളിൽ അകറ്റി നിർത്തപ്പെട്ട, തനിച്ചാക്കപ്പെട്ട, പിന്നെ വഴിയിൽ കൂട്ടിച്ചേർന്ന നിസ്സഹായരായ ജന്മങ്ങൾക്കൊപ്പം ഹിജടകൾ എന്ന പേരിൽ വെറുപ്പിന്റെ രൂപങ്ങളായി വയലുകൾക്കുള്ളിലെ മൺവഴികളിലൂടെ ഒരു ദിനത്തിന്റെ സന്തോഷം തേടി കൂത്താണ്ടവ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന എല്ലാ മോഹിനിമാരുടെയും കഥ തന്റേതുപോലെ തന്നെയാവും അജിത ഓർത്തു. കൂവാങ്ക ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ നാൾ മുതൽ ഉള്ളിൽ ഒരു തെളിച്ചമെത്തിയതുപോലെയായിരുന്നു. വിവാഹ സ്വപ്നവും ആഗ്രഹവുമായി തങ്ങൾക്കായി ഒരു ഗ്രാമവും, തങ്ങൾക്കായി ഒരു ക്ഷേത്രവും, തങ്ങൾക്കായി ഒരു ദൈവവും ഉത്സവമൊരുക്കി കാത്തിരിക്കുന്നു എന്നത് ആശ്ചര്യമായിരുന്നു. ആ ആശ്ചര്യം തേടി തമിഴ്നാട്ടിലെ വില്ലുപുരത്തേക്ക് കൂവാങ്ങം ഗ്രാമത്തിലേക്ക് അജിതമാർ എത്തുകയാണ്. നേരം പുലരുന്നതേയുള്ളൂ. എന്നിട്ടും എവിടെയും തിരക്കാണ്. പട്ടുടയാടകളിൽ പൊതിഞ്ഞ സുന്ദരിമാർ, നിറക്കൂട്ടകൾ ചാലിച്ച മുഖങ്ങളിൽ ചിരിവിരിയിച്ച് കൂടാരങ്ങളിൽ നിന്നും ചെറുവീടുകളിലെ ചായ്പുകളിൽ നിന്നും നിരത്തുകളിലേക്ക് ഇറങ്ങി ദേഹം പൂശിയ സുഗന്ധക്കൂട്ടുകളും മുടിയിൽ തിരികിയ മുല്ലയും പിച്ചിയും കനകാംബരവും അവരെ ചുറ്റി മണം പരത്തി. മുന്നിലെ നിലക്കണ്ണാടിയിലെ സുന്ദരിയായ യുവതിയുടെ രൂപം കണ്ട് അജിത ആശ്ചര്യപ്പെട്ടു. ഇത് താൻ തന്നെയോ? എത്ര മനോഹരിയായാണ് തന്നെ അവർ ഒരുക്കിയത്. പട്ടുസാരിയിൽ താൻ എത്ര സുന്ദരിയാണ്. അവൾക്ക് നാണം തോന്നി. താനും കല്യാണപ്പെണ്ണായിരിക്കുന്നു, ഇരാവാന്റെ വധുവായിരിക്കുന്നു. അമ്പലമുറ്റത്തും മുന്നിലെ ഉത്സവച്ചന്തയിലും തിരക്കാണ്. ആഭരണങ്ങളുടെ വിസ്മയങ്ങൾ തീർക്കുന്ന കടകൾ, വളകൾ, മാലകൾ, കൊട്ടുകൾ, സുഗന്ധം നിറച്ച കുപ്പികൾ, പട്ടുടയാടകൾ, അഴകായി ചാത്താൻ പിന്നിയിട്ട മുടികൾ, മഞ്ഞിന്റെ നനവ് തൊട്ട മുല്ലപ്പൂക്കൾ, മഞ്ഞൾ നിറഞ്ഞേർത്ത ചരടുകളിൽ വിവിധ രൂപങ്ങൾ ചാർത്തിയ താലികൾ, താലികൾക്ക് ചുറ്റും കൂടി നിന്ന് മോഹിനിമാർ ഓരോന്നിനും വില പേശുകയാണ്. ആയിരക്കണക്കിന് മോഹിനികൾ, ആയിരക്കണക്കിന് അജിതമാർ. എന്നും എവിടെയും സന്തോഷം, എങ്ങും എവിടെയും സന്തോഷം. സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ. അണിയാൻ താലി വാങ്ങി മടങ്ങുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഉത്സവച്ചന്തയുടെ മൂലയിൽ അപശകുനം പോലെ തൂങ്ങിയാടുന്ന തൂവെള്ള സാരികൾ. അജിത ആശങ്കയോടെ നോക്കി. വർണ്ണപ്പുടവുകളുടെ കാഴ്ചകളെ മറച്ച് അവ കാറ്റിലുലഞ്ഞ് വല്ലാതാക്കി. നാളെ പുലരിയിൽ വൈധവ്യത്തിലേക്കെത്തുന്ന മോഹിനിമാർക്കുള്ള ചേലകൾ, നിറങ്ങളറ്റ വിധവകളുടെ അടയാളമായവ കാറ്റിലാടി ഉലഞ്ഞു. ക്ഷേത്രത്തിനുള്ളിൽ ഇരാവാന്റെ മുന്നിലേക്ക് മോഹിനിമാരുടെ തിരക്ക് കൂടി വന്നു. വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. പന്തലിലെ തടിയഴിക്കുള്ളിൽ വഴിതെറ്റാതെ വധുക്കൾ ഒതുങ്ങി ഒരുങ്ങി നിന്നു. നാളമണിഞ്ഞ നിശബ്ദതയ്ക്കുള്ളിലായിരുന്നു ഏവരും. ആശങ്കയും ആകാംക്ഷയും ലജ്ജയും വിരിഞ്ഞ മുഖത്തോടെ അവൾ ഇരാവാന്റെ മുന്നിലേക്ക് നടന്നെടുത്തു. മഞ്ഞച്ചരടിൽ ലക്ഷ്മിമുദ്ര ചാർത്തിയ താലി അജിത നെറ്റിയിൽ ചേർത്ത് വെച്ചു.
ഉള്ളിലുണർന്ന കുളിരിൽ അവൾ നനുത്തുപോയി. താൻ വിവാഹിതയാകുന്നു. നേർത്ത വിറയിൽ ഉടലിനെ മൂടി നിന്നു. കല്യാണ മണ്ഡപം പോലെ ഒരുക്കിയ പൂപ്പന്തൽ, മന്ത്രങ്ങൾ, മണിനാദങ്ങൾ, ചന്ദനത്തിരികളുടെ പുകച്ചിലുകൾക്കുള്ളിൽ നെയ്വിളക്കുകൾ ഒരുക്കിയ നിറച്ചാത്തിൽ തന്റെ വരൻ മഹാമേരുവായ ഇരാവാൻ. ഏതോ അറിയാത്ത ലോകത്ത് വിസ്മൃതിയിലേക്ക് അജിത മയങ്ങി. അവളുടെ മനസ്സിലേക്ക് ഇരാവാന്റെ വീരകഥകൾ എങ്ങുനിന്നോ ഒരു മായ പോലെ കടന്നുവന്നു. ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗം ഉടനെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും.